കോൺഗ്രസിൻ്റെ സമ്മേളനത്തിലാണ് ആദ്യമായിട്ട് ഈ ഗാനം ആലപിക്കപ്പെടുകയും ചെയ്യുന്നത്. അതൊക്കെ ഒരു സമരമാർഗമായി വരുന്നു. അങ്ങൊരു യുവജന പ്രസ്ഥാനത്തിൻ്റെ നേതാവാണ്. അത് ശരിയാണോ? അല്ല, ഈ കാര്യത്തിൽ ഇവിടെ അദ്ദേഹം തന്നെ ആദ്യം തന്നെ സൂചിപ്പിച്ചു, ഞാൻ എന്തുകൊണ്ട് BJPയുടെയും RSSനും ഞാൻ മനഃപൂർവ്വം പ്രയോഗിച്ചതാണ്. കാരണം ഇവരിപ്പോൾ കമലിൻ്റെ വീടിന് മുമ്പിൽ ദേശീയ ഗാന ആലാപനം നടത്തി പ്രതിഷേധിച്ചു എന്ന് പറയുന്നത്, അതിപ്പോൾ ഒരു 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യയിൽ വേറൊരു തരം രാഷ്ട്രീയമാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ ദേശീയതയെ നാം ഉൾക്കൊള്ളുന്ന രീതിയിൽ ഉൾക്കൊള്ളാത്തവരാണ് BJPയും സംഘപരിവാർ. അതുകൊണ്ട് തന്നെ ഞാൻ മനഃപൂർവ്വം പറഞ്ഞതാണ്. എന്നാണ് ദേശീയ ഗാനത്തെ ഇവർ അംഗീകരിച്ചു തുടങ്ങിയത്. ദേശീയ ഗാനം ജോർജ് അഞ്ചാമൻ രാജാവിനെ വാഴ്ത്തിപ്പാടാൻ ഉപയോഗിച്ചതാണ് എന്ന് സ്വാതന്ത്ര്യത്തിന് മുമ്പ് പറഞ്ഞവർ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ദേശീയ ഗാനമായി അംഗീകരിച്ചതിന് ശേഷവും ഇക്കാലം വരെയും അവർ അംഗീകരിച്ചിട്ടില്ല. ഇപ്പോൾ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ് ശശികല ടീച്ചർ. ശശികല ടീച്ചറിൻ്റെ പ്രഭാഷണങ്ങളെല്ലാം യൂട്യൂബിലും എല്ലായിടത്തും ഉണ്ട്, ഇൻ്റർവ്യൂകളുണ്ട്, ഇതൊക്കെ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ RSSൻ്റെ ഘടകങ്ങളിൽ ഇന്ന് നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ താത്വിക ആചാര്യന്മാർ ഇന്നും ദേശീയ ഗാനത്തെ അംഗീകരിക്കുന്നില്ല. പിന്നെ അവർ എന്തിന് ദേശീയതയ്ക്ക് വേണ്ടി വാദിക്കണം? നാം ഉൾക്കൊള്ളുന്ന ദേശീയതയ്ക്ക് വേണ്ടി അവരെന്തിനു വാദിക്കണം? അപ്പോൾ ഇവിടെ സനൽകുമാർ ശശിധരൻ ഉന്നയിച്ച ഒരു വാദഗതി പ്രസക്തമാണ്. ഇവിടെ അമിതമായ ദേശീയത, അത് സങ്കുചിത രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി, ഞാൻ ആദ്യം പറഞ്ഞതും സനൽകുമാർ ശശിധരൻ പറഞ്ഞു അതുതന്നെയാണ്. അമിതമായ ദേശീയത അടിച്ചേൽപ്പിക്കാൻ, രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ല. കമലിൻ്റെ വീട്ടിൽ പ്രതിഷേധിച്ച് ദേശീയ ഗാനം ആലപിച്ച് BJP പ്രതിഷേധം രേഖപ്പെടുത്തിയാൽ അവർ ദേശസ്നേഹികളാകുന്നില്ല. മറിച്ച് അവരുടെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ദേശീയ ഗാനത്തെ അവരും ഈ IFFKയിൽ ദേശീയ ഗാനത്തോട് അനാദരവ് കാണിച്ചതുപോലെ തന്നെ അതേ നിലയിൽ തന്നെ കുറ്റക്കാരാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു കാര്യം കൂടി ഞാൻ ചൂണ്ടിക്കാണിക്കുന്നു. ഇദ്ദേഹം ഇവിടെ പറഞ്ഞു ഒരു പരിഷ്കൃത സമൂഹമാണ്. ഞാൻ പറയട്ടെ, ഞാൻ ഇന്നും രാവിലെ ടാഗോർ തിയേറ്ററിൽ സിനിമ കണ്ടിട്ട് ആണ് ഇവിടെ ഇപ്പോൾ ചർച്ചയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ വിവരവും വിദ്യാഭ്യാസമുള്ള ആളുകളാണ്, ചെറുപ്പക്കാരാണ്. ഞാൻ യുവജന സംഘടനയുടെ പ്രസിഡൻ്റാണ്. ഈ രാജ്യത്ത് ദേശീയ ഗാനം എന്തിനു വേണ്ടി, അല്ലെങ്കിൽ ദേശീയ ഗാന ആലാപനം ഉണ്ടാകുമ്പോൾ അതിനെ ബഹുമാനിക്കണം. സ്വന്തം അച്ഛനെയും അമ്മയെയും കാണുമ്പോൾ നമ്മൾ അറിയാതെ എഴുന്നേറ്റ് ആരും ഇതിനെ എന്താ പറയുക അമിതമായി അടിച്ചേൽപ്പിക്കേണ്ട. കോടതി വിധി അതിനാവശ്യവുമില്ല. പക്ഷേ കോടതി വിധി ഉണ്ടായി എന്നതിൻ്റെ പേരിൽ മാത്രം കോടതി വിധിയെ നിന്ദിക്കാൻ, അതിനെതിരെ പ്രതികരിക്കാൻ ഈ മാർഗമല്ല ശരി. അതാണ് ഞാൻ ആദ്യം മുതലേ പറയുന്നത്. ഒരു കാരണവശാലും ഈ ചർച്ച ദേശസ്നേഹത്തിന് ഉപകരിക്കും എങ്കിൽ മാത്രമേ ഞാനതിനെ അനുകൂലിക്കുന്നുള്ളൂ. അല്ലാത്ത പക്ഷം എനിക്ക് ഇത്തരത്തിലുള്ള ഒരു ചർച്ച പോലും ഇന്ത്യയുടെ ദേശീയത വളർത്താൻ, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും നിലനിർത്താൻ സഹായിക്കുമെന്ന് എനിക്ക് അഭിപ്രായമില്ല. ദേശീയതയെ ശരിക്കും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ കൃത്യമായിട്ടും എല്ലാ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികളും കൈകഴുകുകയും, കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞതുപോലെ വേണ്ടാത്തവർ പുറത്തു നിന്നാൽ മതി. പിന്നെ ഇദ്ദേഹം പറയുന്നു ദേശീയത എന്ന് പറയുന്നത് എവിടെ കേട്ടാലും എണീറ്റ് നിൽക്കണമെന്ന് പറയുന്നു. മെനഞ്ഞാന്നുണ്ടായ സംഭവം ഞാൻ പറയാം. മെനഞ്ഞാന്ന് ഓപ്പൺ ഫോറം കഴിഞ്ഞ് വരുമ്പോൾ ഒരാൾ എണീറ്റ് നിന്ന് ദേശീയഗാനം പാടുന്നു. കേട്ടുകൊണ്ട് നിന്ന് ഒരു സദസ്സ് മുഴുവനും സ്തംഭിച്ച് എണീറ്റ് നിൽക്കുന്നു. ഞാൻ പറയട്ടെ, ഞാനല്ല പാടിയത്. ഒരു മനുഷ്യൻ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് ദേശീയ ഗാനത്തെ ദുരുപയോഗം ചെയ്യുന്നു. അറ്റൻഷനായിട്ട് നിന്ന് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി വീണ്ടും അയാൾ പാടാൻ തുടങ്ങുന്നു. അതായത് ഇങ്ങനെയുള്ള ഒരു അവസരം ആരാണ് ഉണ്ടാക്കി കൊടുത്തത്? ഇങ്ങനെ ദേശീയ ഗാനത്തെ എവിടെയും കൊണ്ട് ദുരുപയോഗം ചെയ്യാവുന്ന രീതിയിൽ തെരുവിൽ, ഈ പറഞ്ഞതുപോലെ കമൽ എന്ന് പറയുന്ന മനുഷ്യൻ്റെ വീട്ടിന് മുന്നിൽ എന്തിനാണ് കമലിനെ തിരഞ്ഞെടുത്തത് എന്ന് നമുക്ക് വളരെ കൃത്യമായിട്ടറിയാം. അദ്ദേഹം കമലല്ല കമാലുദ്ദീൻ എന്നാണെന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മുസ്ലിം സ്വത്വത്തെ ഉയർത്തിക്കൊണ്ടുവരികയും മനുഷ്യനെ ഏതൊക്കെ തരത്തിൽ വിഭജിക്കാൻ പറ്റുമോ ആ തരത്തിലെല്ലാം വിഭജിക്കുകയും ചെയ്യാനുള്ള ഒരു അജണ്ട ഇങ്ങനെ ഹിഡനായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അപ്പോൾ ഇതിന് പ്രതിരോധിക്കേണ്ട മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളെല്ലാം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ഇനിയിപ്പോൾ അതിനെ ഒപ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ദേശവിരുദ്ധരാണെന്ന് പറയുമോ, ഞങ്ങളുടെ വോട്ട് നഷ്ടപ്പെടുമോ എന്നുള്ള പേടി കൊണ്ടാണ് ഡീൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പറയുന്നത്. അങ്ങനെയല്ല, എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ എണീറ്റ് നിൽക്കണം, ആരും പ്രതിഷേധിക്കരുത്, പ്രതിഷേധിക്കുന്നവരെല്ലാം RSSന്റെ കൂടെയാണ് എന്ന് പറയുന്നത് വളരെ തെറ്റാണ്. അങ്ങനെ ഒരു നിലപാട് തെറ്റാണ്. ഞാൻ തിരിച്ചു വരാം. അവിടെയാണ് ശിവശങ്കരൻ്റെ ഒരു സംശയം. ഇത് എവിടെയൊക്കെ ചൊല്ലാം, പ്രതിഷേധമായിട്ട് ദേശീയ ഗാനം ഇപ്പോൾ കൊണ്ടുവരുന്ന രീതി, അതിനെ രാഷ്ട്രീയമാക്കുന്നത്. ഇപ്പോൾ സനൽ ചോദിക്കുന്നത് എത്ര നേരം ചൊല്ലാൻ പറ്റും? കാരണം ഒരാൾ 52 സെക്കൻഡ് ദേശീയഗാനം ചൊല്ലി നിർത്തി എല്ലാവരും എഴുന്നേക്കുമ്പോൾ വീണ്ടും ചൊല്ലുകയാണ്, വീണ്ടും എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. ഇങ്ങനെയൊക്കെ തുടരാൻ പറ്റുമോ? ഇങ്ങനെയൊക്കെ ഒരു കുഞ്ഞു കളിക്കാനുള്ള ഒരു സാധനമാണോ ദേശീയ ഗാനം? അദ്ദേഹം ഇതിൻ്റെ ഉത്തരമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. യഹോവ സാക്ഷികളുടെ കേസിനകത്ത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അവർ ഈ ദേശീയ ഗാനം ചൊല്ലാത്തത് മതിയായ വേറൊരു കാരണം കൊണ്ടാണെന്ന്, അവർക്ക് അതല്ലാതെ ഒരു രാജ്യദ്രോഹ ചിന്തയോ അല്ലെങ്കിൽ വേറൊരു സംഗതിയോ ഇല്ല എന്ന് ബോധ്യപ്പെട്ടിട്ടാണ് നിങ്ങളത് ചൊല്ലണ്ട. കാരണം അത് വിധിയിൽ പറയുന്നുണ്ട്. അവർ അതിനോടൊപ്പം എണീറ്റ് നിൽക്കാറുണ്ട്, ആ ദേശീയഗാനം ചൊല്ലുന്ന സ്ഥലത്ത് പോകാറുണ്ട്, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അവരത് ചൊല്ലുന്നില്ല, ഏറ്റുപാടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതിനകത്തൊരു ദുരുദ്ദേശമില്ല എന്ന് കണ്ടിട്ടാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ആ ഒരു ആനുകൂല്യം അവർക്ക് കൊടുത്തത്. തീർച്ചയായിട്ടും അത് ഏത് രീതിയിൽ ദുരുപയോഗപ്പെടുത്തിയാലും
ഇത് തന്നെയാണ് വകുപ്പ്. സെക്ഷൻ 3 എന്ന് പറയുന്നത് ആപ്ലിക്കബിളാണ്, പ്രതിഷേധത്തിന് ഉപയോഗിക്കാൻ പറഞ്ഞിട്ടില്ല. ശരി, ചൊല്ലേണ്ടത് മാന്യമായ സ്ഥലങ്ങളിലാണ്. ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ നിയമം കൊണ്ടുവന്ന് ആരെയും ദേശീയ ഗാനത്തെയും ആ ദേശീയതയും അടിച്ചേൽപ്പിക്കലല്ല ചെയ്യേണ്ടത്. ദേശീയഗാനം എല്ലാവരും ആലപിക്കണം. അത് പക്ഷേ എവിടെയൊക്കെ ഏതൊക്കെ സന്ദർഭങ്ങളിൽ അത് ആലപിക്കണം എന്നുള്ളതിനെക്കുറിച്ചാണ് ചർച്ച. പക്ഷേ തിയേറ്റർ പോലുള്ള സ്ഥാപനങ്ങളിൽ ഇത് ആലപിക്കുന്നതിനോട് വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം യോജിപ്പല്ല.